2025 ഗോൾഡിന്റെ വില 30% കൂടുതലാണ് കുതിച്ചുയർന്നത്. ഈ ഒരു സമയത്ത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭകരമാണോ? ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ വർഷം ഗോൾഡ് തന്ന റിട്ടേൺസും സ്റ്റോക്ക് മാർക്കറ്റ് തന്ന റിട്ടേൺസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2025 ജനുവരി 1 മുതൽ ജൂൺ 20 വരെയുള്ള കണക്കാണിത്. ഈ പീരീഡിൽ ഗോൾഡ് തന്ന റിട്ടേൺസ് 30.40% ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയ നിഫ്റ്റി തന്ന റിട്ടേൺ വെറും 6.21% ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇനി പറയാൻ പോകുന്ന കാര്യം കൂടി ഒന്ന് കേൾക്കണം. അടുത്തതായി 10 വർഷത്തെയും 20 വർഷത്തെയും റിട്ടേൺസ് എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. ഈ രണ്ട് പീരീഡ്സിലും സ്റ്റോക്ക് മാർക്കറ്റ് കൺസിസ്റ്റന്റ് ആയി ഗോൾഡിനേക്കാൾ ഉയർന്ന റിട്ടേൺസ് ആണ് തന്നത്. വിശ്വാസമായില്ല അല്ലേ? കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് റോളിംഗ് റിട്ടേൺസ് നോക്കിയാൽ ഗോൾഡ് തന്ന റിട്ടേൺസ് 9.85%. എന്നാൽ ഇതേ പീരീഡിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയ സെൻസെക്സ് തന്ന റിട്ടേൺസ് ആകട്ടെ 13.55%. ഇനി 1984 മുതൽ എല്ലാ 10 ഇയർ പീരീഡിലെയും കണക്ക് നോക്കാം. ഈ കാലത്ത് 64% പ്രാവശ്യവും ഇക്വിറ്റി സ്വർണത്തെക്കാൾ ഉയർന്ന റിട്ടേൺസ് തന്നതായി കാണാം. ഇതിൽ നിന്നും ഒരു കാര്യം ക്ലിയർ ആണ്. നിങ്ങൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇക്വിറ്റീസ് തന്നെയാണ് ഗോൾഡിനേക്കാൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. ഇനി ആ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ? നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രേഡ് താരിഫ് തുടങ്ങിയ ഒരുപാട് അൺസർട്ടനിറ്റിയിലൂടെയാണ്. ഇങ്ങനെ അൺസർട്ടൻ ആയ സമയങ്ങളിൽ ഗോൾഡ് ഒരു സേഫ് അസറ്റ് ആയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇത് കൂടാതെ സ്വർണം ഇൻഫ്ലേഷനെതിരെ, അതായത് പണപ്പെരുപ്പത്തിനെതിരെ പ്രൊട്ടക്ഷൻ തരുന്നു. നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. നമ്പർ 1, യൂസ് ഗോൾഡ് ആസ് എ ഡൈവേഴ്സിഫിക്കേഷൻ ടൂൾ. നിങ്ങളുടെ നിക്ഷേപം ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു ടൂളായി സ്വർണത്തെ ഉപയോഗിക്കാം. അതായത് ബാങ്ക്, FD, സ്റ്റോക്കുകൾ എന്നിവ പോലെ തന്നെ ഗോൾഡിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്പർ 2, ഗോൾഡ് ഷുഡ് ബി 5 to 10%. ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 5 മുതൽ 10% വരെ ആകാം. ഇപ്പോഴുള്ള പോർട്ട്ഫോളിയോയിൽ സ്വർണത്തിന്റെ അലോക്കേഷൻ കുറവാണെങ്കിൽ അത് കൂട്ടി 5 മുതൽ 10% വരെ ആക്കാം. ഇനി അഥവാ നിങ്ങൾ ഒരു പുതിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ ആദ്യമായി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 3, ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് ഇൻ സ്റ്റാഗേർഡ് മാനർ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യാറുണ്ടോ? അതേ അപ്രോച്ച് തന്നെയാണ് ഗോൾഡിലും വേണ്ടത്. അതായത് മുഴുവൻ പണവും ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ പല തവണകളായി ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ പ്രൈസ് ലെവലിൽ ഒരു 10% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. പിന്നീട് എപ്പോഴാണോ സ്വർണത്തിന്റെ വില താഴുന്നത് അപ്പോൾ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. സിമ്പിളായി പറഞ്ഞാൽ എപ്പോഴൊക്കെ ഗോൾഡിൽ പ്രൈസിൽ കറക്ഷൻ ഉണ്ടാവുന്നോ അതൊക്കെ ഗോൾഡ് വാങ്ങാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്പർ 4, ഡോണ്ട് ഓവർ ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. ചില കാലങ്ങളിൽ ഒരു പർട്ടിക്കുലർ അസറ്റ് ക്ലാസ് നല്ല പോലെ പെർഫോം ചെയ്യും. ആ സമയത്ത് മറ്റുള്ള അസറ്റ് ക്ലാസുകളുടെ പെർഫോമൻസ് മോശമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ നിക്ഷേപവും ഗോൾഡിൽ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ തടസ്സമുണ്ടാകും. നമ്പർ 5, നെവർ മൂവ് ഓൾ യുവർ മണി ഫ്രം ഇക്വിറ്റി ടു ഗോൾഡ്. ഷെയറുകളിൽ നിക്ഷേപിച്ച മുഴുവൻ തുകയും വിറ്റിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണോ? എന്നാൽ ആ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ചില സമയങ്ങളിൽ ഗോൾഡ് നല്ല പോലെ പെർഫോം ചെയ്യുമ്പോൾ മറ്റു ചില സമയങ്ങളിൽ ഇക്വിറ്റീസ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ലോങ് ടൈമിലേക്ക് ഉയർന്ന റിട്ടേൺസ് തരുന്നത് ഇക്വിറ്റീസ് ആണ്. ഇനി പറയൂ, ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.